UDF ഭരിക്കുമ്പോഴും അച്യുതാനന്ദൻ ഭരിക്കുമ്പോഴും നായനാർ ഭരിക്കുമ്പോഴും ഒക്കെ അതൊരു കാനന ക്ഷേത്രമല്ലേ? അല്ലേ? ആ കാലത്ത് ഒന്നും ഉണ്ടാവാത്തൊരു പ്രശ്നം ഇപ്പോഴെങ്ങനെയാണ് ഉണ്ടായത്? നിങ്ങൾ രക്തരൂക്ഷിതമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അതാ അവിടെ പണം വന്ന് കുമിഞ്ഞുകൂടുകയാണ് എന്ന് നാണമാകുന്നില്ലേ? അവിടെ വരുന്ന പണത്തെ പറ്റിയാണോ നിങ്ങളുടെ ബോധം? ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഇവിടെ ഇപ്പോ ശബരിമല തീർത്ഥാടനം സുഗമമായി നടത്തൽ എന്ന് പറയുന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്വമോ അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയുടെ വ്യക്തിപരമായ ഉത്തരവാദിത്വമോ മാത്രമല്ലല്ലോ. അതിനപ്പുറത്ത് നമ്മുടെ മൊത്തം സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളൊക്കെ കൂടി ഭാഗഭാക്കാവുന്ന സിസ്റ്റമാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തീർത്ഥാടകർ എന്ന് പറയുന്നത് നമ്മുടെ അതിഥികളാണ്. അവർ നമ്മുടെ ഇക്കോണമിയിലേക്ക് സംഭാവന ചെയ്യുന്നവരാണ്. ഇവിടെ നിന്ന് അവർ വാങ്ങുന്ന ഒരു പേസ്റ്റോ സോപ്പോ പോലും നമ്മുടെ ഇക്കോണമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. അത് താഴെ തട്ടിൽ വരെ എത്തുന്നതുമാണ്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ സമ്പൂർണ്ണമായി ഹൃദയത്തോട് ചേർത്ത് വെൽക്കം ചെയ്യേണ്ടതാണ് ഓരോ തീർത്ഥാടകനെയും. അപ്പോൾ അങ്ങനെ നടത്തുന്ന ഒരു സംരംഭമാണ്. അപ്പോൾ അതിൽ ഈ ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ പെരുപ്പിച്ച് ഇത് ആകെ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കേണ്ട കാര്യമുണ്ടോ? അല്ല അഭിലാഷ്, നോക്കൂ, എൻ്റെ വീട്ടിൽ നിന്ന്, അതായത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഏതാണ്ട് 30-40 കിലോമീറ്റർ അപ്പുറത്താണ് സന്നിധാനം. അപ്പോൾ ഈ കാഞ്ഞിരപ്പള്ളിയിലൂടെ കടന്നു പോകുന്ന അയ്യപ്പ ഭക്തർക്ക് ക്രിസ്ത്യൻ സംഘടനകൾ, മുസ്ലിം സംഘടനകളൊക്കെ വെള്ളം കൊടുക്കുക, വിരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഇപ്പോഴും അത് ചെയ്യാറുണ്ട്. പക്ഷെ സന്നിധാനത്തേക്ക് എത്തുമ്പോൾ, അതായത് നിലയ്ക്കൽ നിന്ന് അല്ലെങ്കിൽ സീതത്തോട് കഴിയുമ്പോൾ, എരുമേലി കഴിയുമ്പോഴൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഈ വെള്ളം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ സന്നദ്ധ സംഘടനകളെ ഉപയോഗിച്ചിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടേക്ക് ഉള്ളത്. അതായത് സന്നദ്ധ സംഘടനകളെ ഈ തവണ അവിടെ നിന്നും മാറ്റി നിർത്തി. അപ്പോൾ അഭിലാഷ് പറഞ്ഞതുപോലെ ഇത് സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്തമായി മാറാൻ കാരണം സർക്കാർ തന്നെയാണ്. കാരണം വിവിധ സന്നദ്ധ സംഘടനകളായിരുന്നു വെള്ളം കൊടുത്തുകൊണ്ടിരുന്നത്. അത് ജീരകവെള്ളം ഉണ്ടാവും, ചിലപ്പോൾ ഇഞ്ചി തിളപ്പിച്ച വെള്ളം ഉണ്ടാവും. ഇങ്ങനെയുള്ള വെള്ളങ്ങൾ കൊടുത്തിരുന്നത് ചെറിയ ലഘുഭക്ഷണങ്ങൾ ഈ ക്യൂവിൽ നിൽക്കുന്ന, വരിയായ ക്യൂവിൽ നിൽക്കുക, 10,000-കണക്കിന് പേരാണ് ഒരു ക്യൂവിൽ ഉണ്ടാവുക. ആ ക്യൂവിൽ നിൽക്കുന്ന ഭക്തർക്ക് അത് ആ സ്ഥലത്ത് എത്തിച്ചു കൊടുക്കണം. ഇപ്പം നിലവിൽ എന്താണ് ഉള്ളതെന്നറിയാമോ? ഈ മണ്ഡലകാലത്ത് ഒരു സ്ഥലത്ത് വെള്ളമുണ്ട്, അയ്യപ്പ ഭക്തർ വേണമെങ്കിൽ അവിടെ പോയി വെള്ളം എടുത്ത് കുടിച്ചോണം എന്നുള്ള നിലപാടാണുള്ളത്. അതായത് ഭക്തർ ക്യൂവിൽ നിൽക്കുന്നിടത്ത് വെള്ളം എത്തിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് ഈ സന്നദ്ധ സംഘടനകളാണ്. അവരെ എന്തിൻ്റെയൊക്കെയോ പേരിൽ എന്തൊക്കെയോ ടെക്നിക്കാലിറ്റി പറഞ്ഞ് സർക്കാർ മാറ്റി നിർത്തി. അതെന്തിനാണ് എന്ന് വിശദീകരിക്കേണ്ട സർക്കാരാണ്. അല്ലാത്ത പക്ഷം ഉത്തരവാദിത്തം പൂർണ്ണമായും സർക്കാരിൻ്റെതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ടാക്സ് പണം, ആ ടാക്സ് പണം ഈ പറയപ്പെടുന്ന അയ്യപ്പ ഭക്തരുടെ കൂടിയാണ്. അപ്പൊ സർക്കാരിനാണ് പൂർണ്ണമായും ഉത്തരവാദിത്തം. അതിൽ കേരളത്തിന്റെ ഹൈക്കോടതിക്കോ അഭിലാഷിനോ എനിക്കോ ഒന്നും ചെയ്യാനില്ല. ഇനി ഇപ്പൊ നേരത്തെ അഭിലാഷ് ആശാവകമായ ഒരു കാര്യം പങ്കുവച്ചു. ഏത് ഈ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ഒഴിവാക്കി കൊടുക്കുകയാണ്, അതിൻ്റെ അകത്തൊരു റിലാക്സേഷൻ കൊടുക്കുകയാണ് സർക്കാർ, കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്ന്. പക്ഷെ നോക്കൂ, ഈ 14-ാം തീയതി നട തുറക്കുകയാണ്. എന്നാണ് പെരുമാറ്റച്ചട്ടം വരുന്നത്? പെരുമാറ്റച്ചട്ടം വരുന്നത് നവംബർ 10-ാം തീയതി അർദ്ധരാത്രി മുതലാണ്. അതായത് 4 ദിവസം കൊണ്ട് മാത്രം ഇവരെന്തു മലമറിക്കാനാണ് കാത്തിരുന്നത്? ഇവർക്കൊരുപക്ഷെ ഈ പെരുമാറ്റച്ചട്ടം ഉണ്ടായിരുന്നില്ല എന്നിരിക്കട്ടെ ശ്രീ അഭിലാഷ്, എന്തെങ്കിലും കാരണത്താൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ കുറച്ചുകൂടി മുമ്പോട്ട് പോയിരുന്നു എന്നിരിക്കട്ടെ. അങ്ങനെ പോയിരുന്നെങ്കിൽ ഈ ദീസ് 4 days ഏതാണ്ട് 48, 80, 92 മണിക്കൂറുകൾ, ആ മണിക്കൂറുകൾ കൊണ്ട് എന്ത് മറിമായം കാണിക്കാനാണ് ഇവർ കാത്തിരുന്നത്? എന്ത് മായാജാലമാണ് ഇവർക്ക് കാണിക്കാൻ സാധിക്കുമായിരുന്നത്? ഇവരുടെ കയ്യിൽ എന്താ മറ്റേ മായാവിയുടെ മാന്ത്രിക വടി ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. അപ്പോൾ ഇവർ ബോധപൂർവം അലംഭാവം വരുത്തിയതാണ്. അത് ബോധപൂർവമുള്ള അലംഭാവമല്ല, ഇവർ നടത്തിയ കൊള്ളയുടെ പേരിൽ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അരവണ മുതൽ അയ്യപ്പനെ വരെ അടിച്ചു മാറ്റാൻ ഇവർ നടത്തിയ പദ്ധതിയുടെ പേരിൽ ഇവർ കുരുക്കിലായപ്പോൾ ആ അങ്കലാപ്പിൽപ്പെട്ട് ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ നിലാവത്തഴിച്ചുവിട്ട കോഴികളെ പോലെ ദേവസ്വം ബോർഡും അതിൻ്റെ ജീവനക്കാരും അതിൻ്റെ പ്രസിഡന്റും അതിൻ്റെ മന്ത്രിയും ഓടി നടക്കുകയായിരുന്നു. അവർക്കൊന്നും ചെയ്യാനേ സാധിച്ചില്ല. 4 ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ അയ്യപ്പ ഭക്തർക്ക് എല്ലാവർക്കും വിരിവെക്കാനും താമസ സൗകര്യം കൊടുക്കാനും ക്യൂവിൽ നിൽക്കുന്ന എല്ലാവർക്കും അതാത് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ലഘുഭക്ഷണവും ഈ പറയുന്ന വെള്ളവും ഒക്കെ എത്തിച്ചു കൊടുക്കാൻ ഇവർക്ക് സാധിക്കുമായിരുന്നു എന്ന പ്രതീക്ഷ നമുക്കില്ല. 2, എൻ്റെ സ്നേഹിതൻ ശ്രീ സുരേഷ് കുമാർ, അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ പറയുന്ന വിഷയങ്ങളൊന്നും അറിയാത്തതല്ല. ശ്രീ സുരേഷ് കുമാർ പറഞ്ഞത് ഇത് കാനന ക്ഷേത്രമാണത്രേ. കാനന ക്ഷേത്രമായതുകൊണ്ട് അവിടെ ചില പരിമിതികളുണ്ട്. മുൻകാലത്ത് ഇതെന്താ കാനന ക്ഷേത്രമായിരുന്നില്ലേ സുരേഷ് കുമാർ? നിങ്ങളുടെ സർക്കാർ വന്നതിന് ശേഷമാണോ അവിടെ ഈ കിളികൾ അവരുടെ ഈ ഭക്ഷണം കഴിച്ച് കുരുക്കൾ കൊണ്ടുപോയി ഛർദ്ദിച്ചിട്ട് അത് പെട്ടെന്ന് അവിടെ നിന്ന് പൊട്ടിമുളച്ച് അവിടെ മുഴുവൻ മരങ്ങളുണ്ടായി, കാടുണ്ടായി, തിങ്ങി അതൊരു കാനന ക്ഷേത്രമായി മാറിയത്? അല്ലല്ലോ. UDF ഭരിക്കുമ്പോഴും അച്യുതാനന്ദൻ ഭരിക്കുമ്പോഴും നായനാർ ഭരിക്കുമ്പോഴും ഒക്കെ അതൊരു കാനന ക്ഷേത്രമല്ലേ? അല്ലേ? ആ കാലത്ത് ഒന്നും ഉണ്ടാവാത്തൊരു പ്രശ്നം ഇപ്പോഴെങ്ങനെയാണ് ഉണ്ടായത്? 2, കാനന ക്ഷേത്രത്തിൽ അടിസ്ഥാനമായ വെള്ളം, ആ വെള്ളം എത്തിച്ചു കൊടുക്കാൻ എന്താ നിങ്ങൾക്ക് സാധിക്കാത്തത്?
കാനന ക്ഷേത്രത്തിൽ അടിസ്ഥാനമായ ഒരു മനുഷ്യന്റെ വിസർജ്യത്തിന് ആവശ്യമായ കാര്യം അത് കൊടുക്കാൻ എന്താ സാധിക്കാത്തത്? ഒരു കാര്യം കൂടി ശ്രീ അഭിലാഷ്, ഒരേ ഒരു കാര്യം കൂടി. നേരത്തെ ശ്രീ സുരേഷ് കുമാർ പറഞ്ഞു, നിങ്ങൾ ഇതൊക്കെ പറയുമ്പോഴും, ഏത് കോൺഗ്രസും BJPയും ഒക്കെ ഇതൊക്കെ പറയുമ്പോഴും നിങ്ങൾ രക്തരൂക്ഷിതമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അതാ അവിടെ പണം വന്ന് കുമിഞ്ഞുകൂടുകയാണ് എന്ന് നാണമാകുന്നില്ലേ? അവിടെ വരുന്ന പണത്തെ പറ്റിയാണോ നിങ്ങളുടെ ബോധം? നിങ്ങളെപ്പറ്റി എനിക്ക് അത്ഭുതമില്ല. കാര്യം റഷ്യൻ വിപ്ലവത്തിന്റെ ഭാഗമായി അത് ഇവിടെ ഉടലെടുത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണല്ലോ. റഷ്യൻ വിപ്ലവ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന 54,000 പള്ളികളും 17,000 ദേവാലയങ്ങളും കൊള്ളയടിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അവിടുത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് റഷ്യൻ എംപയർ അത് കൊള്ളയടിച്ചവരാണ് നിങ്ങൾ. അതിന്റെ പിൻതലമുറക്കാർ ഇന്നിതാ കേരളത്തിൽ അമ്പലങ്ങൾ കൊള്ളയടിക്കുന്നു, സഹകരണ ബാങ്കുകൾ കൊള്ളയടിക്കുന്നു. അതായത് നിങ്ങളുടെ പൂർവികർ റഷ്യയിൽ എന്താണോ ചെയ്തത് അത് നിങ്ങൾ കേരളത്തിലും ചെയ്യുന്നു.